പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്ത മുഷാവറ അംഗം അബ്ദുസലാം ബാഖവി. അല്ലാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്ന വിശ്വാസത്തെ ആഘോഷിക്കുന്നവർ സൂക്ഷിക്കണമെന്ന് ഉപദേശം. അത് അല്ലാഹുവിന്റെ വെറുപ്പും ശാപവും വില കൊടുത്തു വാങ്ങാൻ ഇടയാക്കും. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. എന്ന് പറയുന്നത് ആ വിശ്വാസത്തെ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഗളബ് പിടിച്ചു പറ്റുന്നതിനെ തൊട്ട് അള്ളാഹുവിന്റെ ഗളബ്, അള്ളാഹുവിന്റെ വെറുപ്പ്, അള്ളാഹുവിന്റെ ശാപം വില കൊടുത്തു വാങ്ങാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ജാഗ്രത പുലർത്തണം. നമുക്ക് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് മതസൗഹാർദ്ദം വേണം. ആ വ്യക്തികളോട്, അവരോടും, എല്ലാ മതക്കാരോടും നമുക്ക് സൗഹൃദത്തോടെ ജീവിക്കണം. പക്ഷേ അത് ആ വിശ്വാസത്തിന് പോറലേറ്റുകൊണ്ടാവരുത്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഇപ്പോൾ വന്ന ഈ വിവാദ പരാമർശം അല്ലെങ്കിൽ ഈ പരോക്ഷ വിമർശനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ലീഗ് സമസ്ത തർക്കം തീരുന്നില്ല എന്ന് തന്നെയല്ലേ? ലീഗ് സമസ്ത തർക്കം തീരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അബ്ദുൽ ഹമീദ് ഫൈസി, അമ്പലക്കടം ഉൾപ്പെടെയുള്ള ആളുകൾ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് നടത്തിയ ചർച്ചയിൽ ഇരു കൂട്ടരും സമവായത്തിലെത്തുകയും ഇനി തർക്കങ്ങളില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും അത്തരത്തിലുള്ള ആശയപരമായ വിയോജിപ്പുകൾ ഈ സമസ്തക്കകത്ത് നിന്ന് മുസ്ലിം ലീഗിനെതിരെ ഉണ്ടാകുന്നു എന്നാണ് പുതിയ വിമർശനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സമസ്ത മുഷാവറ അംഗമായിട്ടുള്ള അബ്ദുൽ സലാം ബാഖഫിയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടത്തിയ SKSSന്റെ പരിപാടിയിൽ ഇത്തരത്തിലൊരു പരോക്ഷമായ വിമർശനം സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ളത് ഈ സാദിഖ് അലി തങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചടങ്ങാണ്. കഴിഞ്ഞ ക്രിസ്മസ് ദിനങ്ങളിൽ ഡോക്ടർ വർഗീസ് ചക്കാലക്, കോഴിക്കോട് ദൂർഗ ബിഷപ്പായിട്ടുള്ള ഡോക്ടർ വർഗീസ് ചക്കാലക്കിന്റെ വസതിയിലെത്തുകയും കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെതിരെ സമസ്തക്കകത്തെ പല നേതാക്കളും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവം വിവാദമായതോടെയാണ് ഇനി ഈ വിഷയത്തിൽ വിവാദം ഉണ്ടാവേണ്ടതില്ല, സമവായത്തിൽ എത്തണമെന്ന ആവശ്യവുമായി സമസ്ത നേതാക്കളും പാണക്കാട് സാദിഖ് അലി തങ്ങളും ഒക്കെ ചർച്ച നടത്തുകയും അനുനയത്തിലെത്തുകയും ഒക്കെ ചെയ്തു. എന്നാൽ ആ തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. വീണ്ടും സാദിഖ് അലി തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് അബ്ദുൽ സലാം ബാഖവി. അള്ളാഹുവിന് മക്കൾ ഉണ്ടെന്ന് പറയുന്ന വിശ്വാസത്തെ ആഘോഷിക്കുന്നവർ സൂക്ഷിക്കണമെന്നാണ് അബ്ദുൽ സലാം ബാഖവി നൽകുന്ന ഉപദേശം. അത്തരത്തിൽ മക്കൾ ഉണ്ട് എന്ന് പറയുന്ന ആഘോഷത്തിന്റെ ഭാഗമാകുന്നവരെ അള്ളാഹുവിന്റെ വെറുപ്പും ശാപവും ഏറ്റുവാങ്ങാൻ ഇടയാകുമെന്ന് പറയുന്നു. അള്ളാഹു ഏക ദൈവമാണ്. അള്ളാഹുവിന് പുത്രനില്ല, ദൈവപുത്രൻ ഉണ്ട് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഇസ്ലാമിന്റെ തൗഹീദിന്, ഏകദൈവ സങ്കല്പത്തിന് എതിരാണ്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ ഭാഗമാകുന്നവർ കരുതിയിരിക്കണം എന്നുള്ളതുമാണ് അബ്ദുൽ സലാം ബാഖഫി നൽകുന്ന ഉപദേശം. അതായത് മറിയത്തിന്റെ മകനായ യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. മറിയത്തിന്റെ മകനായിട്ടുള്ള ഈസാ നബി പ്രവാചകനാണ്, ദൈവപുത്രനല്ല എന്ന് മുസ്ലിം സമുദായം അംഗീകരിക്കുന്നു. ഈ കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പോൾ ഈ കേക്ക് മുറി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവാണ് ഏകദൈവം, അള്ളാഹുവിന് പുത്രനില്ല, പുത്രൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ആഘോഷമാക്കുന്നവർ കരുതിയിരിക്കണം, അത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഇസ്ലാമിന്റെ ഈമാൻ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാദിഖ് അലി തങ്ങൾക്കെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ പരോക്ഷമായ വിമർശനം സമസ്തക്കകത്ത് തന്നെ വീണ്ടും ഉയർന്നു വരികയാണ്. CIC ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നേരത്തെ തന്നെ സാദിഖ് അലി തങ്ങളുമായിട്ടും സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗത്തില് എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പല തലങ്ങൾ കടന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ പല തലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ പരോക്ഷ വിമർശനത്തിൽ എന്താണ് ലീഗ് നേതാക്കൾ പറയുന്നത്? ലീഗ് നേതാക്കളുടെ ഒരു പ്രതികരണം ഇതിനുശേഷം വന്നിട്ടില്ല. ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി SKSSന്റെ തൃശൂർ ജില്ലാ ആദർശ സമ്മേളനത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആ പ്രസംഗത്തിലാണ്, ആ പരിപാടിയിലാണ് അബ്ദുൽ സലാം ബാഖഫി ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 7 മണിക്കായിരുന്നു. അതിനുശേഷം ഒരു പ്രതികരണം ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം അബ്ദുൽ സമദ് പൂക്കോട്ടൂരൊക്കെയുള്ള ലീഗ് അനുകൂല സമസ്തയിലെ നേതാക്കളൊക്കെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന് ദോഷം വരാതെ മറ്റു വിശ്വാസങ്ങളുടെ ഭാഗമാകുന്നത് തെറ്റില്ല എന്നാണ്. എന്നാൽ അതിനെയും എതിർത്തുകൊണ്ട് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം നേരത്തെ മുമ്പോട്ടേക്ക് വന്നിരുന്നു. അങ്ങനെ നമ്മൾ വിശ്വാസമില്ലാതെ മറ്റൊരു വിശ്വാസത്തിന്റെ ഭാഗമാവുകയാണെങ്കിൽ അത് ഇസ്ലാം വിശ്വാസ പ്രകാരം ഹറാമാണ്. നമ്മൾ ഇസ്ലാം വിശ്വാസത്തിന്റെ പുറത്തു നിൽക്കുകയാണ്. അത് അള്ളാഹു അംഗീകരിക്കുന്നില്ല, ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസമില്ലാതെയോ വിശ്വാസത്തോടു കൂടിയിട്ടോ മറ്റ് മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിലോ ആഘോഷങ്ങളിലോ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു പ്രതികരണമാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം മുന്നോട്ടേക്ക് വെക്കുന്നത്. അത് മതസൗഹാർദ്ദത്തിനെതിരല്ല. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമാകുക അല്ലെങ്കിൽ ആ ആഘോഷങ്ങളെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല എന്നാണ് ലീഗ് വിരുദ്ധ വിഭാഗം പറയുന്നത്. ശരി ഗോകുൽ, എന്തായാലും ഈ ലീഗ് സമസ്ത തർക്കം തീരുന്നില്ല, പല കാര്യങ്ങളായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ
പരോക്ഷ വിമർശനവുമായി സമസ്ത മുഷാവറ അംഗം അബ്ദുൽ സലാം ബാഖവിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.